സ്ഥാനാർത്ഥി നിർണയത്തിൽ തമ്മിത്തല്ല്. സെക്രട്ടറി തൊട്ടി മാറി പ്രസിഡന്റിനെ അടിച്ചു. അയ്യോ, നമുക്ക് സ്ഥാനവും വേണ്ട, ആര് നിർബന്ധിച്ചാലും ഞാൻ മത്സരിക്കാനും ഇല്ലേ. അല്ലെങ്കിൽ പഞ്ചായത്ത് ഇലക്ഷനിൽ 3 പ്രാവശ്യം തോറ്റ നിങ്ങൾ ആര് നിർബന്ധിക്കാനാ? സീറ്റ് കിട്ടാത്ത ദേഷ്യത്തിൽ ഭാര്യയെ തല്ലിക്കൊന്നു നേതാവ്. നേതാവേ, എന്താ വിശേഷിച്ച്? ഇലക്ഷൻ അല്ലേ, നേതാവിനൊന്ന് കണ്ട്. എനിക്കറിയാം നിങ്ങൾ വരുമെന്ന്. അച്ഛാ, അമ്മേ, ദാ എന്നെ വീണ്ടും ഇലക്ഷനിൽ നിൽക്കാൻ നിർബന്ധിക്കാൻ എന്റെ അണികളെത്തി. 4 പാൽ ചായ ഗ്യാസിലിട്ടാ മതി. പറയൂ. ഇത്തവണ നമ്മള് യുവത്വങ്ങൾക്ക് അവസരം നൽകാനാണ് തീരുമാനിച്ചിരിക്കുന്നത്. ഇപ്രാവശ്യത്തെ നമ്മൾ പരിചയപ്പെടുത്തുന്ന നേതാവാണ് പ്രബുലേഷ്. പാർട്ടി നിശ്ചയിച്ച നമ്മുടെ സ്ഥാനാർത്ഥിയും പ്രബുലേഷാണ്. കള്ള പറയേഷേ. പാൽ ചായ ക്യാൻസൽ. കട്ടമ്മ ദേവറകടെ ഒന്നും തോന്നരുത്, ഗ്യാസ് കിട്ടാനില്ല, അതുകൊണ്ടാണ്. നമ്മളൊന്നും വിചാരിക്കൂല നേതാവേ. അങ്ങനെയാണ് നിങ്ങളെല്ലാം ആഗ്രഹമെങ്കിലേ യുവത്വം മുന്നിൽ നിന്ന് നയിക്കട്ടെ. ഇപ്പോഴാണ് എനിക്ക് നിങ്ങൾ വന്നതിന്റെ കാര്യം മനസ്സിലായത്. അച്ഛാ, അമ്മേ, ഇത്തവണ അവർ എന്നെ പിടിച്ച് നിർത്താനല്ല വന്നത്, ഞാൻ മുന്നിൽ നിന്ന് നയിക്കാനാണ്. ഉണ്ടാവും, നിങ്ങളുടെ എല്ലാ പ്രചരണത്തിന്റെ മുമ്പിൽ ഞാൻ ഉണ്ടാവും. അണ്ണാ, അതുകൂടി പറയാൻ വേണ്ടിയാണ് നമ്മൾ വന്നത്. നിങ്ങൾ രണ്ടു കൂടെ പിരിവിടുന്നതിന് ഉള്ള കാര്യം തുറന്നു പറ. മാമ, ഇലക്ഷൻ പ്രചരണം നടക്കുന്ന ഭാഗത്ത് പോലും നിങ്ങൾ വരരുതെന്ന് പറയാനാണ് ഞങ്ങൾ വന്നത്. ഇങ്ങനെ വന്ന് നിനക്ക് ഉള്ള ഓട്ടം കിട്ടൂല, ഞാനും കൊടുക്കും, പറഞ്ഞേക്കാം. ഓഹോ, പാർട്ടി തീരുമാനം അങ്ങനെയാണല്ലേ. ഈ അനിയുടെ ആനുകൂല്യം പറ്റാത്ത ഒരു വീട് പോലും ഈ പട്ടിപ്പാറ പഞ്ചായത്തിൽ ഇല്ല. ഈ ആനുകൂല്യം പറ്റിയെന്ന് പറയുന്നത് അവർക്കുള്ള അപേക്ഷാ ഫോം പഞ്ചായത്ത് ഓഫീസിന്റെ ഫ്രണ്ടിലിരുന്ന് എഴുതി കൊടുത്തതിനെ അല്ലേ? ഏത് ആനുകൂല്യം കിട്ടണമെങ്കിലും ആദ്യം കൊടുക്കേണ്ടത് ആപ്ലിക്കേഷൻ അല്ലേ പ്രഭുല്ല? അതൊക്കെ ശരി തന്നെ. ഓരോ ആപ്ലിക്കേഷനും 500, 1000 രൂപ വെച്ച് നേതാവ് വാങ്ങുന്നുണ്ടെന്നൊരു പരക്കൊരു ആക്ഷേപം ഉണ്ട്. ഓ, തെക്കേക്കരയിലെ സുനിയന്റെ സഹോദരിക്ക് 15 വർഷം മുമ്പ് പഞ്ചായത്തിൽ ഒരു വീട് കിട്ടി, ഓർമ്മേണ്ട? അത് ഇങ്ങേര് ആപ്ലിക്കേഷൻ ഫില്ല് ചെയ്യുന്ന പറഞ്ഞുകൊണ്ട് ഇപ്പോഴും ചെലവ് ചോദിച്ചു കിടക്കുന്ന മനുഷ്യനാണിത്. അങ്ങനെയാണെങ്കിൽ ചെലവേത് മടുത്തു. ഇപ്പൊ ഇങ്ങനെ കാണുമ്പോ അങ്ങനെ മുങ്ങിയാണ് നടക്കുന്നത്. ആ, ഇത്രയൊക്കെ പറഞ്ഞ സ്ഥിതിക്ക് വിമർശനങ്ങൾ പൊതുപ്രവർത്തനത്തിന്റെ ഭാഗമാണ്. നിങ്ങൾ കിട്ടോ? മാമ, കട്ടൻ കൊട്ടായി വെച്ചു പോടാ. അച്ഛാ, അമ്മേ, എന്റെ രാഷ്ട്രീയ ഭാവി പോയ